വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ ഫിഫ്ത്ത് സെം കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ തിയറി പോർഷൻസ് ആയിരുന്നു. നമ്മൾ ഏകദേശം ഇമ്പോർട്ടൻറ്റ് തിയറീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു മൊഡ്യൂളിൻ്റെ ഫൈനൽ പാർട്ട്, അതായത് കോസ്റ്റ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഹൗ ടു പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്, അതിൻ്റെ ഒരു ഫോർമാറ്റും പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള 2-3 പ്രോബ്ലംസാണ് ടെക്സ്റ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ആ ഫോർമാറ്റും പിന്നെ പ്രോബ്ലംസും നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ ആ തിയറി വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് കാണണം. എന്നാൽ മാത്രമേ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിനെ പറ്റിയൊരു ബേസ് ആയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം നമ്മൾ പുതിയൊരു സബ്ജക്റ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ആ തിയറി പോർഷൻസ് പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനലിൽ ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യണം. നമുക്കിനി നമ്മുടെ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റിലേക്ക് എടുക്കാം. അപ്പോൾ ഒരു സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 2 ഹെഡിങ് ഉള്ളത്. ഒന്നാമത് കമ്പോണൻസ് ഓഫ് കോസ്റ്റ്, രണ്ടാമത് ടോട്ടൽ കോസ്റ്റ്. ഇവിടെ നമ്മൾ എമൗണ്ട് എഴുതും. നമുക്ക് വേണ്ട കോസ്റ്റിൻ്റെ കമ്പോണൻസ് ഒക്കെ എഴുതുന്നത് നമ്മൾ ഈ സൈഡിലാണ്. നമ്മൾ ആദ്യം എഴുതുന്ന ഒരു ഐറ്റമാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നത്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എമൗണ്ട് എഴുതാം. നെക്സ്റ്റ് ഡയറക്റ്റ് ലേബർ, തേർഡ് വൺ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡയറക്റ്റ് മെറ്റീരിയലിനെയും ഡയറക്റ്റ് ലേബറിനെയും ഡയറക്റ്റ് എക്സ്പെൻസിനെയും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്നാണ് പ്രൈം കോസ്റ്റ് എന്നത്. അങ്ങനെയാണ് നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു മെറ്റീരിയലും ലേബർ എക്സ്പെൻസ്, ഇവിടെയൊക്കെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, മെറ്റീരിയൽ എന്നത് അല്ലെങ്കിൽ ലേബർ എന്നതിനൊക്കെ 2ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയലുണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയലുണ്ട്. ഇതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ പ്രൈം കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലും ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ പ്രൈം കോസ്റ്റ് എന്നത്. ഇനി ഈ പ്രൈം കോസ്റ്റിനൊപ്പം നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കിട്ടുന്ന ആ ഒരു കോസ്റ്റാണ് ഫാക്ടറി കോസ്റ്റ് എന്നത്. അപ്പോൾ പ്രൈം കോസ്റ്റിനൊപ്പം നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? പ്രൈം കോസ്റ്റിനൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡാണ്. പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഫാക്ടറി കോസ്റ്റ് എന്നത്. അപ്പോൾ എന്താണ് ഈ ഓവർ ഹെഡ് എന്നത്? നമ്മുടെ കോസ്റ്റിൽ വരുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ ഒരു അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് ഓവർ ഹെഡ് എന്നത്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡും പ്രൈം കോസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഫാക്ടറി കോസ്റ്റ്. ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ വേറൊരു ടേമാണ് വർക്ക് കോസ്റ്റ് എന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് വർക്ക് ഓവർ ഹെഡിൻ്റെ വേറൊരു ടേമാണ് ഫാക്ടറി ഓവർ ഹെഡ് എന്നതും. ഇനി ഈ ഫാക്ടറി കോസ്റ്റിനൊപ്പം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്തു? നമ്മൾ ഫാക്ടറി കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നത്. ഇനി ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒപ്പം നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസ് പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം നമുക്ക് വരുന്ന പ്രോഫിറ്റ് ഓർ ലോസ് അത് ആഡ് ചെയ്യുമ്പോൾ സെയിൽസ് കിട്ടും. മിക്കപ്പോഴും ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ടാവുള്ളൂ? കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കും, പിന്നെ സെയിൽസ് തന്നിട്ടുണ്ടാവും. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതാണ് നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് എന്നത്. അപ്പോൾ ഇതാണ് ഒരു ജനറൽ കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഒന്നിനും പറയുന്നതാണ്, നമ്മൾ ആദ്യം തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് 3 ആഡ് ചെയ്യുക, പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിനൊപ്പം ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുക, അപ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഫാക്ടറി കോസ്റ്റിനൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് അല്ലെങ്കിൽ എക്സ്പെൻസ് ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ ഒപ്പം പ്രോഫിറ്റ് ഓർ ലോസ് ആഡ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ടോട്ടൽ സെയിൽസ് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. നമുക്കിനി ഇത് ബേസ് ആയിട്ടൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. The following information relates to swimming cap manufacturing company for the 3 months ending 31st March 2014. Direct material consumed 28,000, direct labor paid 22,000, direct expenses 5,000, factory overhead 5,000, administrative overhead 4,000, selling and distribution overhead 6,000. 1,000 units of swimming caps are produced during the period and all the units produced are sold at ₹100 per unit. Prepare a cost sheet showing prime cost, factory cost, cost of production, cost of sales and profit or loss.
ഇത്ര നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമുക്ക് അറിയാം നമ്മുടെ ഫോർമാറ്റിൽ എന്തൊക്കെയാണ് വേണ്ടത്. നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ ഫസ്റ്റ് വേണ്ടത് ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം കാണുന്നത് പ്രൈം കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഫോർമാറ്റ് വരയ്ക്കാം. ആദ്യം കോസ്റ്റ് ഷീറ്റിന് ഏതാ, പിന്നെ എന്താണ് ഇവിടെ കമ്പോണൻറ്റ് ഓഫ് കോസ്റ്റ്, പിന്നെ ഇവിടെ ടോട്ടൽ കോസ്റ്റ്. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടതാണ് ഡയറക്റ്റ് മെറ്റീരിയലാണ്. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഡയറക്റ്റ് മെറ്റീരിയൽ ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 28,000. നെക്സ്റ്റ് ഡയറക്റ്റ് ലേബർ ആണ്, എത്രയാണ്? 22,000. നെക്സ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഏതാ? എത്രയാണ്? 5,000. ഇതിൻ്റെ ടോട്ടലാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ? പ്രൈം കോസ്റ്റ് എന്ന്. നമുക്ക് മുകളിൽ ഫോർമാറ്റ് കാണിക്കുന്നില്ല, ഫോർമാറ്റ് ഉണ്ടോ? അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് പ്രൈം കോസ്റ്റ് ഉണ്ട്. നമുക്കിത് ആഡ് ചെയ്ക്കാം. എത്ര എമൗണ്ട്? 28,000 പ്ലസ് 22,000 പ്ലസ് 5,000. നിങ്ങൾക്ക് എത്ര കിട്ടി? 55,000. ഇപ്പോൾ കിട്ടിയ പ്രൈം കോസ്റ്റിനൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫാക്ടറി ഓവർഹെഡ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എഴുതാ ആഡ് ഫാക്ടറി ഓവർഹെഡ്. എത്രയാണ് ഫാക്ടറി ഓവർഹെഡ്? 5,000. 5,000 ഇതാ. നമ്മൾ രണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് നമുക്ക് എത്ര കിട്ടും? നമുക്ക് 60,000 നമുക്ക് കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യണ്ടേ? നമുക്കിപ്പോൾ ഫാക്ടറി കോസ്റ്റും കിട്ടി. ഇതിനൊപ്പം ആഡ് ചെയ്യേണ്ടതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. നമുക്കിതിനൊപ്പം ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. എത്രയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്? 4,000 ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ എഴുതാ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് കിട്ടുന്നത് 64,000 ആണ്. ഇനി നമ്മൾ എന്താ ആഡ് ചെയ്യണം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഇതിനൊപ്പം ആഡ് ചെയ്യണം. ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. എത്ര എമൗണ്ട്? 6,000 ആണ് നമ്മുടെ എമൗണ്ട്. 6,000 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 70,000 കിട്ടും. ഇപ്പോൾ കിട്ടിയ ഈ 70,000 എന്താണ്? നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഇതിനെ കുറിച്ച് എന്താ അർത്ഥം വരേണ്ടത്? പ്രോഫിറ്റ് ഓർ ലോസും അതിൻ്റെ താഴെ ടോട്ടൽ വരുന്നത് സെയിൽസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ കോസ്റ്റ് ഓഫ് സെയിൽസ് 70,000 കിട്ടി. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1,000 യൂണിറ്റ് ഓഫ് സ്വിമ്മിംഗ് ക്യാപ്സ് ആർ പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ദ പീരീഡ് ആൻഡ് ഓൾ ദി യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ആർ സോൾഡ് ഫോർ 100. അപ്പോൾ നമുക്ക് എന്തുണ്ട്? സ്വിമ്മിംഗ് ക്യാപ്സ് 1,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതും എത്ര രൂപയ്ക്കാണ്? 100 വെച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 1,000 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 1 lakh കിട്ടും. ഈ 1 lakh ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്നത്. അപ്പോൾ സെയിൽസിന് അവിടെ നമ്മൾ എന്ത് ചെയ്താൽ 1 lakh ചെയ്താൽ എങ്ങനെ കിട്ടി? നമുക്കത് 1,000 ഇൻറ്റു 100 ചെയ്യുക. 1,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,000 കിട്ടും. ഈ 1,000 70,000 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? നമുക്ക് കിട്ടുന്നത് 30,000 ആണ്. ഈ 30,000 നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നത്. ഇതോടെ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ആ ഒരു ആൻസറാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. The following information relates to a toy gun manufacturing company for the 3 months ending 31st March 2018. Direct material consumed 18,000, direct labor paid 12,000, direct expenses 4,000, factory overhead 6,000, administrative overhead 4,500, selling and distribution overhead 2,500. 1,000 units of toy gun are produced during the period and all the units produced are sold at 55 per unit. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്.
ഇവിടെ നമുക്ക് എന്തുണ്ട്, സെയിലിൻ്റെ കേസിൽ 1000 യൂണിറ്റും അതിൻ്റെ കോസ്റ്റ് ഒന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ടോട്ടൽ യൂണിറ്റ് ഇൻറ്റു പെർ യൂണിറ്റ് കോസ്റ്റ് 1000 × 55 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 55,000. അപ്പോൾ നമുക്ക് സെയിൽസ് കിട്ടിക്കഴിഞ്ഞു. ഈ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം പ്രോബ്ലം. അപ്പോൾ ഞാനിവിടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസറും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്യുക. എത്രയൊക്കെയാണ് എമൗണ്ട്? 18,000ഉം 12,000ഉം 4,000 ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് നമുക്ക് പ്രൈം കോസ്റ്റ്. എത്ര കിട്ടും? 34,000. അതിനിപ്പോൾ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുക. എത്രയാണ്? 6,000 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ് 40,000. ഫാക്ടറി കോസ്റ്റിനൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യുക 4,500. അപ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 44,500. അതിൻ്റെ കൂടെ നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുക 2,500. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് 47,000. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഹിൻഡ് തന്നിട്ടുണ്ട്. ആ സെയിൽസ് എങ്ങനെയാണ്? 1000 യൂണിറ്റ് പെർ യൂണിറ്റ് 55 രൂപ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1000 × 55 ചെയ്യുക. അപ്പോൾ ടോട്ടൽ സെയിൽസ് കിട്ടും 55,000. ഇനി നമുക്ക് കിട്ടിയ ആ കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്ന് 55,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ്. എത്രയാണിത്? 8,000 കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമാറ്റ് വളരെ എളുപ്പമാണ്. നമ്മൾ ആ ഒരു ഓർഡർ ഒന്ന് പഠിച്ചാൽ മാത്രം മതി. നമുക്ക് സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനിയുള്ള ഫർദർ പ്രോബ്ലംസ്, ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ വരുന്ന മൊഡ്യൂളിലുള്ള പ്രോബ്ലംസ് വെച്ചാൽ ഇതിൽ തന്നെ ഉണ്ടാകുന്ന അഡീഷനാണ് കുറേ കാര്യങ്ങൾ. നമ്മൾ ഈ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് എനിക്കൊന്ന് ലാസ്റ്റ് മൊഡ്യൂൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടി തോന്നുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ ആകെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു മോഡൽ മാത്രമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് മൊഡ്യൂളുള്ളത് കൂടുതൽ തിയറിയാണ്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം കൂടി ഒന്ന് നോക്കാം. ഇതോടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ ഡിഫറെൻറ്റ് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ആ പാർട്ട് കൂടി കാണണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അത് മറക്കാണ്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇനിയുള്ള ഫർദർ മൊഡ്യൂൾസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ബൈ. താങ്ക് യു.